സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ചയും നോവലിസ്റ്റ് മജീദ് സെയ്ദുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ചയും നോവലിസ്റ്റ് മജീദ് സെയ്ദുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാർ കരു വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, വായിച്ചിട്ടില്ല. മാം സൂചിപ്പിച്ചതുപോലെ കരു ആദ്യം വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില അബദ്ധങ്ങളും സംശയങ്ങളും തോന്നി. ആ സംശയം ഞാൻ ഇദ്ദേഹവുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ സാർ ഒന്നുകൂടി അത് നോക്കുക. തീർച്ചയായിട്ടും അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധവും. യുവ നോവലിസ്റ്റായ മജീദ് സെയ്ദിന്റെ കരു, ചെമ്പിലമ്മിണി കൊലക്കേസ്, അഖില ലോക ആട് കമ്പനി എന്നീ 3 നോവലുകളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം ഇതൊരു കണക്ഷൻ കിട്ടണമല്ലോ മനുഷ്യന്. അവസാനം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ സാധാരണ ഞാൻ വൈകുന്നേരം ഒന്ന് ജിമ്മിലൊക്കെ പോകാറുണ്ട്. ഇന്നലെ ജിമ്മിൽ പോയില്ല, വീട്ടിൽ ചോറ് വെച്ചില്ല, കറി വെച്ചില്ല. ഇതൊന്നും ചെയ്യാതെ ഇന്നലെ രാത്രി 11 മണി വരെ ഇരുന്ന് വായിച്ചു. കൊച്ചിൻ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CC പൂർണിമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗിരിജ കാരുവള്ളിയിൽ, PS പ്രമോദ്, സമത് പനയപ്പിള്ളി, ശ്രീകാന്ത് മട്ടാഞ്ചേരി, PS സൈനുദ്ദീൻ, മണിലാൽ രാഘവൻ, വർഗീസ് തോമസ്, ബെന്നി സേവ്യർ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. മറുപടി പ്രസംഗത്തിൽ നോവലിസ്റ്റ് മജീദ് സെയ്ദ് തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കഥാപാത്രങ്ങളെക്കുറിച്ചും എഴുത്തിന്റെ വഴികളെക്കുറിച്ചും ദീർഘമായി സംസാരിച്ചു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് ജയന്തി ദിവാകരൻ നോവലിസ്റ്റിനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. പ്രീത സജ്കുമാർ കവിത ആലപിച്ചു. സാഹിത്യവേദി കൺവീനർ സീന മാധവൻ അധ്യക്ഷയായ ചർച്ചായോഗത്തിൽ കാർത്തിക സുരേഷ് സ്വാഗതവും ജോയിന്റ് കൺവീനർ ഷഹീർ അലി നന്ദിയും പറഞ്ഞു. മാം സൂചിപ്പിച്ചതുപോലെ കരു ആദ്യം വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില അബദ്ധങ്ങളും സംശയങ്ങളും തോന്നി. ആ സംശയം ഞാൻ ഇദ്ദേഹവുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ സാർ ഒന്നുകൂടി അത് നോക്കുക. തീർച്ചയായിട്ടും അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധവും. ഭയങ്കര ബുദ്ധിയും ഏകാഗ്രതയും സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ വേണ്ട കളിയാണ്. ആ കളിക്കുന്നത് ഒരാള് അതിൻ്റെ കരുക്കള് വെറുതെ ഇയാളുടെ കൈകളിലൂടെ കടന്നു പോകുന്നു എന്ന്. പോക്കർ എന്നല്ല ആളിൻ്റെ യഥാർത്ഥ പേര് പോക്കർ എന്നായിരുന്നില്ല. 3 മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒന്ന് റാണ സിംഗ്, ആദ്യത്തെ പേര് റാണ സിംഗ്, രണ്ടാമത്തെ പേര് രാജിച്ചൻ, മൂന്നാമത്തെ പേരാണ് പോക്കർ. ഈ 3 പേരും ആടിന് വരുന്നത് ആട് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ റാണ സിംഗ് ആയിരുന്നു. രാജസ്ഥാനിൽ നിന്ന് കേരളത്തിൽ വരുമ്പോൾ രാജിച്ചനും പോക്കറുമായി മാറും. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.